ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈസെൽഫ് കൃഷ്ണ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് സ്റ്റൈലുള്ള ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്കുപുരട്ടിയാണ്. നമുക്ക് ഇതിലേക്ക് ആകെ കൂടി 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമുള്ളത്. ഫസ്റ്റിന് നമുക്കൊരു പാനോ ചീഞ്ചട്ടിയോ വെച്ചിട്ട് ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി വരുന്ന സമയത്ത് നന്നായി ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് 3-4 ഉരുളൻകിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്തിട്ട് 1-2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. കാരണം വെച്ചാൽ അതിൻ്റെ ആ ഓയിലിൻ്റെ ഇതൊക്കെ ഈ പൊട്ടറ്റോയ്ക്ക് നന്നായി പിടിക്കണ വരെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഞാൻ കുറച്ചധികം കറിവേപ്പില യൂസ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ മൂടി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഓയിൽ കുറവാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മുക്കാൽ വേവാവുന്ന സമയത്ത് നമുക്ക് ഫൈനായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് ആഡ് ചെയ്യുന്നത്. സവോള ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു 1/2 മിനിറ്റൊക്കെ നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് നമുക്കിത് ഒന്നും കൂടി ആവി കയറ്റിയെടുക്കുക. ആ സമയത്ത് ഈ ഉരുളൻകിഴങ്ങ് മുക്കാൽ വേവായ സമയത്താണ് നമ്മൾ സവോള ആഡ് ചെയ്ത്. അപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ ഫുള്ളായിട്ടുള്ള വേവ് ആവും. സവോള ഒരു കുറച്ച് നന്നായി വാടി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ട്, ഇവിടെ മസാലക്കൂട്ട് എന്ന് പറയുന്നത് ഞാനിവിടെ കുത്തുമുളകാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഞാനിവിടെ 1 ടീസ്പൂണിൻ്റെ അടുത്തുള്ള കുത്തുമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. മുളകും പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇത് മസാല ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒരു 1-2 മിനിറ്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താലും മതി. അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായി ആ മസാലയുടെ ഇതൊക്കെ മാറണമെങ്കിൽ ഒരു 1-2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ തയ്യാറാക്കുക. ബാച്ചിലേഴ്സിനെയൊക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് ഇനി.